PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ് മാത്സ് ഫോർത്ത് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. രണ്ടാം കൃതിയിലുള്ള സമവാക്യമാണ് എടുക്കുന്നത്. രണ്ടാം കൃതിയിലുള്ള സമവാക്യത്തിലെ പേജ് നമ്പർ 91 തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി എടുക്കാനുള്ളത്. ചോദ്യം എഴുതാൻ how many terms of an arithmetic sequence 99, 97, 95 must be added to get 900. എല്ലാവരോടും ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ചെയ്ത് നോക്കിയിട്ടുണ്ടോ എല്ലാവരും? നോക്കാൻ ഇനി നമുക്ക് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമുക്കൊരു അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 99, 97 and 95. എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കാണ്. ഇതാണ് സീക്വൻസ്. How many terms of an arithmetic sequence must be added to get 900? 900 കിട്ടണമെങ്കിൽ എത്ര ടേംസ് ആഡ് ചെയ്യണം എന്ന് മലയാള മീഡിയത്തിന്റെ നോക്കാം. 99, 97, 95 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 ആകുക? ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാൽ നമുക്ക് 900 ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യണം. ഏതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നോക്കാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫ് തന്നിട്ടുണ്ട് ഇല്ലേ? എഫ് എത്രയാ? 99. എന്നിട്ട് ഡി എത്രയാ? 99 97 അല്ല, മൈനസ് ചെയ്യാം. നമ്മൾ ഡി കണ്ടുപിടിക്കണമെങ്കിൽ T2 അല്ലെ, അല്ലെങ്കിൽ X2 X2ൽ നിന്ന് X1 മൈനസ് ചെയ്യാം. 97ൽ നിന്ന് 99 കുറച്ചാൽ എത്രയാണ്? -2 ആണ് അല്ലെ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ Xn കാണണം. എങ്കിലല്ലേ സമ്മ് കാണാനുള്ള ഫോർമുല എന്താ? Sn is equal to sum of the കാണാനായിട്ട് n/2 into first term plus the last term. Xn ആണ് നമ്മുടെ ഫോർമുല. നമ്മൾ കുറെ കണക്ക് ഇങ്ങനത്തെ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ സെറ്റിലൊക്കെ നമ്മൾ ചെയ്തതാണ്. പക്ഷെ ഇവിടെ രണ്ട് ആൻസേഴ്സ് കാണണം, അത്രേ വ്യത്യാസമുള്ളൂ. എല്ലാം സെയിം രീതി തന്നെ ഇവിടെ രണ്ട് ആൻസേഴ്സ് വരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സിന്റെ രണ്ട് വാല്യൂസ് കാണാൻ വേണ്ടിട്ട് വീണ്ടും ഒന്ന് ചെയ്യുന്നതാണ്. n/2 into x1 പ്ലസ് അതിൽ നമുക്ക് x1 നമുക്ക് അറിയാം. ഇനി xn ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. xn ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് xn കാണാനുള്ള ഫോർമുല പറഞ്ഞിരിക്കുന്നത്? എന്താണ് xn? xn എന്ന് പറഞ്ഞാൽ dn പ്ലസ് f മൈനസ് d. എല്ലാവർക്കും അറിയില്ലേ? മറന്നുപോയിട്ടില്ലല്ലോ. ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈ പാഠത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ സെറ്റിലൊക്കെ പ്രോബ്ലംസ് ചെയ്തതാണ് ഇല്ലേ? ഇതേ പാറ്റേണിൽ ചെയ്തതാണ്. അപ്പൊ xn is equal to dn plus f minus d ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ dn d എത്രയാ നമുക്കറിയാം. ഇവിടെ എത്രയാ? -2n പ്ലസ് f എത്രയാ നമുക്കറിയാം. എത്ര? f 99 മൈനസ് d എന്ന് പറഞ്ഞാൽ -2. തന്നിരിക്കുന്ന അളവുകൾ ഇക്വേഷൻ നിങ്ങൾക്കൊന്ന് കിട്ടണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. xn is equal to dn plus f minus d എന്നിട്ട് d എഴുതി, f എഴുതി, d എഴുതി. കിട്ടിയോ? ഇനി നമ്മൾ ഇതിന് ഇക്വേഷൻ ശരിയാക്കാം. -2n പ്ലസ് 99 മൈനസ് -2. നോക്ക്, 99 f മൈനസ് -2 ആണ് d. അപ്പൊ ഇത് പ്ലസ് ആവുമ്പോ ഇത് പ്ലസ് ആയി. അപ്പൊ 99 പ്ലസ് 2 എത്ര കിട്ടി? 99 പ്ലസ് 2, 99ന്റെ കൂടെ 2 കൂട്ടി കഴിഞ്ഞാൽ 101. അപ്പൊ നമ്മുടെ x എന്ന് പറയുന്നത് എത്രയാണ്? -2n പ്ലസ് 101 ആണ്. കിട്ടിയില്ലേ? ഇനി നമ്മൾ സമ്മ് കാണാനായിട്ട് ഈ ഫോർമുലയിലേക്ക് എഴുതാം. Sn is equal to n/2 into x1 എന്ന് പറഞ്ഞാൽ എത്രയാ? x1 ആദ്യത്തെ പദം 99 ആണ്. പ്ലസ് x എന്ന് പറഞ്ഞാൽ എന്താണ്? -2n പ്ലസ് 101. കിട്ടിയില്ലേ? ഇനി ഇതിൽ നമുക്ക് കൂട്ടാനുള്ളതൊക്കെ കൂട്ടാം. കൂട്ടിക്കൂടെ? ഇസിക്കൽ ടു നോക്കാം. n/2 ഇൻറ്റു നമ്പേഴ്സ് കൂട്ടിക്കൂടെ? 99 പ്ലസ് 101 എത്രയാ? 99ഉം 101 രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 200 അല്ലേ? ഇവിടെ പിന്നെ -2n ആണ്. അപ്പൊ 200 പ്ലസ് -2n എഴുതാം. അതല്ലെങ്കിൽ ഇവിടെ -2n എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇതിന്റെ നെഗറ്റീവ് ആണ്. പോസിറ്റീവിന്റെ -2n കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ? ഇതിൽ നിന്ന് രണ്ട് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 പുറത്തെടുക്കണം. നമ്മൾ കഴിഞ്ഞ കണക്കിലൊക്കെ ചെയ്തതാണ്.
അപ്പോ ഈസിക്കൽ ടു n/2 ഇത് ഇറക്കിയിട്ടു. ഇനി നമ്മൾ ഇവിടെ 2 പുറത്തെടുക്കുക. 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 200നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 അല്ലേ? 200ൽ നിന്ന് 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു 2 ആണ്. അപ്പൊ ഈ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 100 മൈനസ് 2n നിന്ന് 2n എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു n. അതിന് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടി? n കിട്ടിയില്ലേ? അപ്പൊ n/2 ഇൻറ്റു 2. ഈ 2 എവിടെന്നാ വന്നതെന്ന് മനസ്സിലായോ? ഈ 2 നമ്മൾ ഇതിന്റെ 2ന്ന് കൂടി ഇങ്ങോട്ട് പുറത്തെടുത്തതാണ്. പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 200നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 100 കിട്ടി. 2n-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ n കിട്ടി. ഇനി നമുക്ക് ഇൻറ്റു ആയപ്പോ നമുക്ക് ഇത് വെട്ടിക്കളാം. ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റില്ല കേട്ടത്, കാരണം ഇത് പ്ലസ് ഓർ മൈനസ് വന്നാൽ വെട്ടാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഇൻറ്റു ആക്കിയപ്പോ നമുക്ക് ഇത് വെട്ടിക്കളയാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടി n ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടാൽ മതി. n ഇൻറ്റു 100 മൈനസ് n ആണ്. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത n ഇൻറ്റു 100 100n-ഉം n ഇൻറ്റു n സ്ക്വയർ കിട്ടിയില്ലേ? ഇസിക്കൽ ടു ആണ്. എത്രയാണ് തന്നിട്ടുണ്ട്? ഇനി നമ്മൾ ഇക്വേഷൻ ഇവിടത്തേക്ക് എഴുതാം. ഇസിക്കൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 100n മൈനസ് n സ്ക്വയർ ഇസിക്കൽ ടു സം എത്രയാണ് തന്നിട്ടുണ്ട് ചോദ്യത്തില്? ദാറ്റ് ഈസ് 900 അല്ലേ? ഇറ്റ്സ് 900 ആണെന്ന്. ഇത് ഇസിക്കൽ ടു 900 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് 900 ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇവിടെ നെഗറ്റീവ് n സ്ക്വയർ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യത്തിലേക്ക് n സ്ക്വയർ ആക്കണ്ടേ? അത് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് കളയണം. ഇതെല്ലാം സ്റ്റെപ്പ് നമ്മൾ ഒരേപോലെ തന്നെ. ഇവിടെ ആദ്യം നെഗറ്റീവ് n സ്ക്വയർ, പിന്നെ ഇതിന് പ്ലസ് ആണ്, പ്ലസ് 100n ഈസിക്കൽ ടു 900. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാം? ഇപ്പൊ നമ്മൾ ഇതിനെ ഓർഡറിലാക്കി അത്രേ ചെയ്തുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ നെഗറ്റീവ് കളയണം. അപ്പൊ നെഗറ്റീവ് കളയാൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? എല്ലാത്തിനും ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയി 100n. ഇവിടെയും അതുപോലെ തന്നെ നെഗറ്റീവ് 900 ആയി. കിട്ടിയോ? ഇനി നമുക്ക് ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടണം നോക്കാം. ഇവിടെ എത്ര കിട്ടണം നമുക്ക് നോക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് n സ്ക്വയർ മൈനസ് 100n എന്ന് പറഞ്ഞാൽ 2ab ആണ്. ab is equal to 100n ആണ്. അപ്പൊ അതിൽ a എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പൊ 2b is equal to 100 ആണെങ്കിൽ b is equal to എത്രയാണ്? 100/2 that is 50 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് എത്രയാണ്? 50ന്റെ സ്ക്വയർ ആണ് അല്ലെ? 2ab b നമുക്ക് കിട്ടി 50ന്റെ സ്ക്വയർ. അപ്പൊ ഇനി നമുക്ക് ഇക്വേഷൻ കാണാം. ഇവിടെ എന്താണ് വരുന്നത്? ഇക്വേഷൻ n സ്ക്വയർ അല്ല, ഇവിടെ 50ന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയും നമ്മൾ 50ന്റെ സ്ക്വയർ എത്രയാ? 5ന്റെ സ്ക്വയർ 25, ഒരു ഇതിന് 2 0. അപ്പൊ ഇനി നമ്മൾ ഇക്വേഷൻ ശരിയാക്കാം. a മൈനസ് b ഓൾ സ്ക്വയർ അല്ലെ ഇസ് ഈക്വൽ ടു 2500ൽ നിന്ന് 900 നെഗറ്റീവ് ആണ് കേട്ടോ. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്. അപ്പൊ എന്താ ചെയ്യാ? 2500ൽ നിന്ന് കുറയ്ക്കുമ്പോ എത്രയാണ്? 2500 മൈനസ് 900 1600. അത് പോസിറ്റീവ് അല്ലേ വരും? പോസിറ്റീവ് ആണ് വരുന്നത്. 2500ൽ നിന്ന് കുറച്ച് നോക്കാട്ടോ. 500 പോയി, പിന്നെ 400 കുറച്ച് കഴിഞ്ഞാൽ 1600. അത് ഇവിടെ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ വലുതിന്റെ സൈൻ. അപ്പൊ 1600 കിട്ടി. ഇനി ഇതിന്റെ റൂട്ട് കളയാണ്. n-15 is equal to പ്ലസ് ഓർ മൈനസ്, രണ്ട് ഉത്തരം കാണണം കേട്ടോ. പ്ലസ് ഓർ മൈനസ് റൂട്ട് 1600. റൂട്ട് 1600 എത്രയാണ്? 16ന്റെ റൂട്ട് എത്രയാണ്? 4. 2 പൂജ്യത്തിന് 1 പൂജ്യം. കിട്ടിയോ? പ്ലസ് ഓർ മൈനസ്. ഇനി രണ്ട് വാല്യൂസ് എണ്ണം എത്രയാവും? നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ n is equal to നോക്കാം, രണ്ട് ഉത്തരങ്ങൾ. n is equal to ഒന്ന് ഇവിടെ കൊണ്ടുപോകാം, ആദ്യത്തെ സ്റ്റെപ്പ് എഴുതിയിട്ട് മതി. n മൈനസ് 50 is equal to പോസിറ്റീവ് 40 കൊടുക്കാം നമുക്ക്. n മൈനസ് 50 is equal to നെഗറ്റീവ് 40. കണ്ടോ, ഇത് പോസിറ്റീവ് ഇത് 40 വെച്ച് രണ്ട് ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ n is equal to എത്ര വരാം? ഈ നെഗറ്റീവ് 50 ഇങ്ങോട്ട് പോകുമ്പോ പോസിറ്റീവ് 50 ആയി അല്ലേ? അപ്പൊ 40 പ്ലസ് 50 എത്ര കിട്ടി? ഇവിടെ 90.
ഈ നെഗറ്റീവ് 50 അങ്ങോട്ട് പോകുമ്പോ പോസിറ്റീവ് 50 ആണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം കേട്ടോ. 40 പ്ലസ് 50 വന്നു, അപ്പൊ 90. ഒരു ഉത്തരം കിട്ടി. അടുത്ത് ഇവിടെ നോക്കിയേ, n = വരുമ്പോ ഈ നെഗറ്റീവ് 50 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ പോസിറ്റീവ് 50 ആണ് അല്ലെ. അപ്പോ നെഗറ്റീവ് 40 ഇവിടെ ഉള്ളത് ഇറക്കിയിട്ടു, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ പോസിറ്റീവ് 50. അപ്പൊ എത്ര കിട്ടുന്നത്? നെഗറ്റീവ് 40ഉം പോസിറ്റീവ് 50ഉം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നത്? രണ്ടിന്റെയും ഡിഫറൻസ് കാണാം. അപ്പൊ നമുക്ക് കിട്ടി 10, പോസിറ്റീവ് 10. അപ്പൊ എന്നിന്റെ രണ്ട് വാല്യൂസ് ഉണ്ട്, 90 എണ്ണം 10. കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അല്ല, ചോദ്യം ഇതാ. എ റോഡ് 28 സെന്റിമീറ്റർ ലോങ് ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാംഗിൾ. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ചോദ്യം വായിച്ച് നോക്കാം എല്ലാവരും. ഒരു റോഡ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ഒരു വടി. അതിന്റെ മലയാളത്തിന്റെ ചോദ്യം വായിക്കാം. ചോദ്യത്തിലില്ല കേട്ടോ, പഴയ ടെക്സ്റ്റിൽ അതില്ല. നോക്കാം. എ റോഡ് 28 സെന്റിമീറ്റർ ലോങ് ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാംഗിൾ. 28 സെന്റിമീറ്റർ നീളമുള്ള ഒരു തണ്ട് എടുക്കാൻ, ഒരു വടി എടുക്കാൻ. എന്നിട്ട് 28 സെന്റിമീറ്റർ നീളമുള്ള, മലയാളം എടുക്കാൻ ഒറ്റ പുസ്തകത്തിൽ നോക്കാട്ടോ, അതിൽ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ടാണ്. പഴയ ടെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നു, അപ്പൊ അതിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ അതാണ് a road 28 centimeter long is to be bent to make a rectangle. 28 സെന്റിമീറ്റർ നീളമുള്ള ഒരു വടി എടുക്കാൻ. എന്നിട്ട് അതിനെ bend to make a rectangle. ഈ വടിനെ നമ്മളൊരു റെക്ടാംഗിൾ ആക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വടി എടുത്ത് ഈ ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണത് അല്ലേ, ചുറ്റളവല്ലേ. ഈ റെക്ടാംഗിൾ ഇവിടുന്ന് തുടങ്ങി നോക്കി, ഈ വടി ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് വളച്ചു, അത് കഴിഞ്ഞ് ഇവിടെ വെച്ചു, അതിന് ഇവിടെ വളച്ചു, ഇവിടെ വളച്ചു. ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുന്ന ഈ 28 എന്ന് പറയുന്നത് ഇതിന്റെ 4 സൈഡ് കൂടി കൂട്ടെന്താണ്? ദാറ്റ് ഈസ് പെരിമീറ്റർ, ചുറ്റളവ്. ഇതാണ് തന്നേക്കുന്നത്. ഇനി അതിന് നമുക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Can a rectangle of diagonal 8 centimeter be made? 8 സെന്റിമീറ്റർ ഉള്ള റെക്ടാംഗിൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. 8 സെന്റിമീറ്റർ, സോറി ഡയഗണൽ കേട്ടോ. 8 സെന്റിമീറ്റർ വികീർണം വരുന്ന ഇതിന്റെ ചുറ്റളവ് എന്തായാലും 28 ആണ്. അത് 8 സെന്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കണം അല്ലെ. എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ് 28. അപ്പോ എന്താണ് പെരിമീറ്റർ കാണാനുള്ള ഫോർമുല? L + B × 2 ആണ് അല്ലെ. അതാണ് എത്ര? 28. സോ L + B = എത്രയാണ്? ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആണ്. 28/2 ദാറ്റ് ഈസ് 14 അല്ലെ. L + B 14 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ നമ്മൾ Lന് x കൊടുത്തു കഴിഞ്ഞാൽ B എത്രയായിരിക്കും? 14 - x അങ്ങനല്ലേ. ആദ്യത്തെ സംഖ്യക്ക് നമ്മൾ x കൊടുത്താൽ രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 14 - x ആണ്. ഇത്രയും നമുക്ക് ഇതിന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഒന്നാമത്തെ Lx കൊടുക്കുകയാണ്, ഇത് 14 - x. എന്നിട്ട് 8 വരുന്ന ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന് മനസ്സിലായോ എല്ലാവർക്കും? എന്താ നമ്മൾ ചെയ്തത്? ഈ റോഡിന്റെ നീളം 28 ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ്, ചുറ്റളവാണ് 28. അപ്പൊ നമ്മൾ ഫോർമുല എഴുതാം. L + B × 2 ആണ് 28. Then L + B = 2 ഇങ്ങോട്ട് കൊണ്ടുപോയി 14. 2 കൂടി കൂട്ടിയാൽ Lഉം Bയും കൂടി കൂട്ടിയാൽ 14 ആണ്. 2 നമ്പേഴ്സിന്റെ തുക 14 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സംഖ്യക്ക് x കൊടുത്താൽ രണ്ടാമത്തെ എന്താണ്? 14 - x. ഇത്ര വരെ കിട്ടിയതായിരുന്നു. അപ്പൊ നമ്മൾ ഒന്നിന് x കൊടുത്താൽ രണ്ടാമത്തത് 14 - x. ഇനി നമ്മുടെ ചോദ്യം എന്താ? ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ ചോദ്യം ഈ 8 സെന്റിമീറ്റർ ഡയഗണൽ ആയിട്ട് ഒരു ചതുരം വരക്കാൻ 8 സെന്റിമീറ്റർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് എഴുതിയ. 8 സെന്റിമീറ്റർ വികീർണമായിട്ട് വരയ്ക്കുന്ന ഒരു ചതുരം വരയ്ക്കാൻ പറ്റുമോ എന്ന്.
Can we draw a rectangle of 8 cm diagonal? എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് അളവ് തന്നാൽ നമ്മുടെ കയ്യിലുള്ളത് പൈതഗോറസ് തിയറം ആണ് അല്ലേ? And what is the Pythagoras theorem? Base square plus altitude square is equal to hypotenuse square. പാദം സ്ക്വയർ plus ലംബം സ്ക്വയർ is equal to കർണൻ സ്ക്വയർ ആണ്. നോക്ക, പാദം സ്ക്വയർ x ന്റെ സ്ക്വയർ പ്ലസ് 14 മൈനസ് x ന്റെ സ്ക്വയർ is equal to എത്രയാണ്? 8 ന്റെ സ്ക്വയർ ട്ടോ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ is equal to കർണൻ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഈ എക്സ് സ്ക്വയർ ഇങ്ങനെ ഇറക്കിയിട്ടു. ഇവിടെ ആദ്യത്തത് എത്രയാണ്? 14ന്റെ സ്ക്വയർ അല്ലെ? എക്സ് സ്ക്വയർ എന്നത്. അപ്പൊ പ്ലസ് 14 സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ ആണ്. 2 ഇൻറ്റു 14 ഇൻറ്റു എക്സ് പ്ലസ് ഇനി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 64 കിട്ടി അല്ലെ? ഇനി നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഇതിനെ ശരിയാക്കി എഴുതാം. എക്സ് സ്ക്വയറും കൂടി കൂട്ടാം അല്ലെ? ഇവിടെ 2x സ്ക്വയർ ഉണ്ട്. അപ്പൊ 2x സ്ക്വയർ പ്ലസ് 14ന്റെ സ്ക്വയർ എത്രയാ? 14ന്റെ സ്ക്വയർ 14 ഇൻറ്റു 14 എത്രയാ? 16 ബാക്കി 1 4 എത്ര കിട്ടി? 196 കിട്ടിയില്ലേ? ഇനി അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് 14ന്റെ സ്ക്വയർ എത്രയാ? 196. കിട്ടാത്ത ഒരു ഇൻറ്റു ചെയ്ത് അതുകൊണ്ട് കാണിച്ചതൊക്കെ ഇൻറ്റു ചെയ്ത് നോക്കണം. പഠിക്കാൻ പറഞ്ഞിരുന്നു. 196 ആണ്. മൈനസ് ഇനി ഇത് ഇൻറ്റു ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 14 എത്രയാ? 28 എക്സ്. പിന്നെ ഒന്നുമില്ല, ഈ എക്സ് സ്ക്വയറും കൂടി കൂട്ടി നമ്മൾ 2x സ്ക്വയർ ഈസിക്കൽ ടു ആണ് 64. ഇനി ഇതിനെ ശരിയാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിലേക്ക് ഒന്ന് ആക്കാം. എങ്ങനെ ഓർഡറിലേക്ക് ആക്കാം? നമ്മള് ഇവിടെ നോക്ക്, ഈ 2x സ്ക്വയർ ആദ്യം എഴുതി അല്ലെ? പിന്നത്തെ എക്സിന്റെ എഴുതാം. ഇതാണ് 28 എക്സ് ആണ്. പിന്നെയാണ് നമ്മൾ നമ്പർ എഴുതുക. ഈസിക്കൽ ടു 64. ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇതിനെല്ലാത്തിനും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് ഇതെത്രയാ? 28ന്റെ പകുതി 14x ആണ് പ്ലസ് 196ന്റെ പകുതി എത്രയാ? 196 ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട്. പകുതി എത്രയാണ്? 18 ബാക്കി 1 98 ഈസിക്കൽ ടു 64ന് പകുതി ആക്കണം കേട്ടോ, 32. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആദ്യം ഈ നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. 98നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി അല്ലെ? അപ്പൊ നമുക്ക് കിട്ടി എക്സ് സ്ക്വയർ മൈനസ് 14x. ഈ 98 ഇങ്ങോട്ട് പോകുമ്പോ മൈനസ് ആണ്. ഇവിടെ ഒരു സംഖ്യ നമുക്ക് ബി കണ്ടുപിടിക്കും. 98 ഇങ്ങോട്ട് പോകുമ്പോ 32 മൈനസ് 98. 32 98 മൈനസ് ചെയ്യാം. ചെയ്ത് നോക്കാം. 98 മൈനസ് 32 6. ഇവിടെ 66 ആണ് കിട്ടിയത്. ഇനി ഇവിടെ എ ബി സ്ക്വയർ കണ്ടുപിടിക്കണം. 14x ആണ്. 2ab 14x. അപ്പൊ ബി എത്ര കിട്ടി? 2 ഇൻറ്റു ബി ആണ് 14 വരിക. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലെ? 7x. 2ab ആണ്. ചെയ്തു നോക്കാട്ടോ. 2ab 14x ആണ്. അപ്പൊ a എന്ന് പറഞ്ഞാൽ x ആണ്. 2b 14 ആണെങ്കിൽ b ഈക്വൽ ടു 7. ഇവിടെ 7ന്റെ സ്ക്വയർ വന്നാൽ ഇവിടെയും നമ്മൾ 7ന്റെ സ്ക്വയർ കൂട്ടണം. 49. അപ്പൊ x പ്ലസ് അടുത്തത് നമുക്ക് x പ്ലസ് 7ന്റെ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 66ഉം 49ഉം കൂടി കൂട്ടാം. 115 ആണ് വരുന്നത്. അപ്പൊ x പ്ലസ് 7 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 115 ആണ് കിട്ടുന്നത് അല്ലെ? x പ്ലസ് 7 എന്നത് 115 ആണ്. ഇങ്ങനെ നമുക്കൊരു ചതുരം വരയ്ക്കാൻ പറ്റില്ല. കാരണം x പ്ലസ് 7 എന്ന് പറഞ്ഞാൽ റൂട്ട് 115 ആണ്. റൂട്ട് 115 എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇതിന് ഈ ചതുരം വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ 8 സെന്റിമീറ്റർ വരുന്ന ഒരു ചതുരം നമുക്ക് വരയ്ക്കാൻ, ഡയഗണൽ 8 സെന്റിമീറ്റർ വരുന്ന ഒരു ചതുരം ഇവിടെ വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം x പ്ലസ് 7 ഓൾ സ്ക്വയർ റൂട്ട് 115 ആണ്.
അല്ലെ? ഇത് 115 ആണെങ്കിൽ എക്സ് പ്ലസ് 7 ഈക്വൽ ടു റൂട്ട് 115. അപ്പൊ നമുക്കത് കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഡയഗണൽ വരുന്ന 8 സെന്റിമീറ്റർ ഡയഗണൽ വരുന്ന ഒരു ചതുരം വരയ്ക്കാൻ പറ്റില്ല എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കണക്ക് എടുക്കാം.